ശരിക്കും ഇവിടെ നമ്മുടെ ശോഭാ സുരേന്ദ്രൻ NDA സ്ഥാനാർത്ഥിയുടെ വാഹന വ്യൂഹം അവർ വന്നുള്ള 3-4 വണ്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രവർത്തകർ വരുന്ന സമയത്ത് കണ്ടപ്പോഴാണ് ഈ നിലയിലേക്ക് ഒരു അമ്മയ്ക്ക് പൈസ കൊടുക്കുന്ന ദൃശ്യം. ശോഭാ സുരേന്ദ്രൻ്റെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന സ്ത്രീ അവർക്ക് കൊണ്ടുപോയി പൈസ കൊടുക്കുമ്പോൾ നമ്മളത് വീഡിയോ എടുക്കുകയും പോയി പൈസ എണ്ണി തിട്ടപ്പെടുത്തുന്ന സമയത്ത് 5000 രൂപ കൊടുത്തിട്ടുള്ളതായി കാണുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അത് വീഡിയോ എടുത്തതിനെ ശോഭാ സുരേന്ദ്രൻ തർക്കിക്കുകയും വാഹനം തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി തീർത്ത് കളയും എന്നുള്ള നിലയ്ക്ക് ഭീഷണിപ്പെടുത്തുന്നതും വളരെ മോശമായിട്ട് ഒരു സ്ഥാനാർത്ഥിക്ക് ചേരുന്നതല്ലാത്ത രീതിയിലുള്ള വളരെ മോശമായ പദപ്രയോഗം നടത്തിയിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ്. തീർച്ചയായും കുറേ ദിവസങ്ങളായിട്ട് ഈ പ്രദേശങ്ങളിലൊക്കെ വ്യാപകമായി പൈസ കൊടുക്കുന്നുള്ള അറിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ ഇത്തരം കാര്യങ്ങൾ തെളിവുകളില്ലാതെ അടിസ്ഥാനരഹിതമായിട്ട് ആരോപിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് വന്ന് കൃത്യമായിട്ട് തെളിവുകളോടുകൂടി നമ്മൾ വീഡിയോ എടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ അവർ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞാൽ നമ്മൾ അവരെ തട്ടിക്കയറുകയും ഭീഷണിപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഒരു തരത്തിൽ അത്തരത്തിലൊരു തെളിവുകളുണ്ടെങ്കിൽ അവർ പറയുന്നത് പോലെ കേൾക്കാൻ തയ്യാറാണ്. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ശോഭാ സുരേന്ദ്രൻ ഒരു ജനാധിപത്യ രീതിയിൽ പോകുന്ന ഒരു പ്രസ്ഥാനത്തിന് ചേരാത്ത രീതിയിലേക്ക് ഒരു സമീപനം എടുത്തിട്ടുള്ളതും ഭീഷണിപ്പെടുത്തിയതും ഞങ്ങളുടെ കയ്യിൽ തെളിവായിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. നൽകിയെന്ന് പറയുന്നത് ഒരു BJPയുടെ ഒരു പ്രവർത്തകയാണ്. അവരെ നിങ്ങൾക്ക് മുൻപ് ഈ പ്രദേശത്ത് കണ്ട് പരിചയമുണ്ടോ? മണ്ഡലത്തിലുള്ളവരേ അല്ല, തീർച്ചയായും ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഈ മണ്ഡലത്തിലുള്ളവരല്ല. അതിൽ വന്നതിൽ ഭൂരിഭാഗം ആളുകളും ഈ മണ്ഡലത്തിൽ നിന്ന് പുറത്തുള്ളവരാണ്. അവരെന്തിനിവിടെ വന്നു? നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ് ഇന്നലെ. കൊട്ടിക്കലാശം കഴിഞ്ഞ് മറ്റു മണ്ഡലങ്ങളിലുള്ള ആളുകൾ തിരിച്ചു പോകേണ്ട സമയമായിട്ട് പോലും എന്തിനവരിവിടെ വന്നത് എന്നത് വളരെ ദുരൂഹമായിട്ട് തന്നെ നിലനിൽക്കുന്നതാണ്. ശോഭാ സുരേന്ദ്രൻ്റെ വാഹനം ഉൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഈ പണം നൽകുന്ന സമയത്ത് സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ മുൻ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരനും ഉണ്ടായിരുന്നു പറഞ്ഞു. അവർ ആ സമയത്ത് എന്ത് ചെയ്യുകയായിരുന്നു? അപ്പോൾ അവർ എവിടെയായിരുന്നു? വാഹനത്തിലും സ്ഥാനാർത്ഥികളൊക്കെ ഒരുമിച്ച് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ശോഭാ സുരേന്ദ്രനും ഇവരെല്ലാം ഒരുമിച്ച് വന്നത് തന്നെയാണ്. പക്ഷെ കൂടെ അവർ വേറിട്ട് നൽകി പൈസ കൊടുക്കുന്നത് മാത്രം അവർ കയ്യിലാണെന്ന് മാത്രമാണ്. ബാക്കി എല്ലാവരും ഇവർ ഒരുമിച്ച് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റാർക്കെങ്കിലും, അതായത് ഇത്തരത്തിൽ മറ്റു വീടുകളിലോ അല്ലെങ്കിൽ മറ്റു സ്ത്രീകൾക്കോ പണം നൽകിയിരുന്നു? ഒരുപാട് വീടുകളിൽ പണം നൽകിയിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ ഉൾപ്പെടെ അവർ പണം നൽകിയിട്ടുണ്ട്. നൽകിയതോടൊപ്പം തന്നെ ഭാവിയിൽ വാഗ്ദാനങ്ങൾ ഉൾപ്പെടെ നൽകിയിട്ടാണ് പോയിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇതിനൊന്നും കൃത്യമായി തെളിവുകൾ ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ഇത്തവണയാണ് കൃത്യമായിട്ട് തെളിവുകളോടുകൂടി നമുക്ക് പിടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. വ്യാപകമായിട്ടുള്ളുണ്ട് പൈസ കൊടുത്തിട്ട് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള പണാധിപത്യം കൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും ഇത് കേരളീയ പൊതുസമൂഹം, പാലക്കാട്ടെ മണ്ഡലത്തിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അമൽ, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതികരിക്കുന്നത്. കാരണം അതായത് പണാധിപത്യം കൊണ്ട് ജനാധിപത്യത്തെ വാങ്ങാനാണ് ഇവർ ശ്രമിക്കുന്നത്. വോട്ടിന് നോട്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ BJP പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിശബ്ദ പ്രചാരണ ദിവസത്തിൽ പോലും ഇത്തരത്തിൽ സ്ഥാനാർത്ഥി തന്നെ നേരിട്ടെത്തി വോട്ടിന് പൈസ നൽകുകയാണ്. അതും 5000 രൂപ ഉൾപ്പെടെയുള്ള നൽകിയാണ് ഇവർക്ക്. അത് വലിയ സ്വാധീനം ചെലുത്തി, അതായത് വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയാണ് ഇത്തരത്തിൽ പണം നൽകി വലിയ വാഗ്ദാനങ്ങൾക്ക് നൽകി മടങ്ങുന്നതെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത്. ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ അവരുടെ പക്കലിൽ ദൃശ്യങ്ങളോ മറ്റു തെളിവുകളോ ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ആരോപണം നടത്താതിരുന്നത്. എന്നാൽ ഇവർ ഇന്ന് ഇത് മനസ്സിലാക്കി കയ്യോടെ ദൃശ്യങ്ങൾ പകർത്തി പിടികൂടുകയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഈ സമയത്ത് ഈ ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ പാലക്കാട് നഗരസഭ മുൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അത് ആ സമയത്താണ് ഇവർ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തതും അവർ തട്ടിക്കയറിയതും ഇത്തരത്തിൽ ഇവരെ ഭീഷണിപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നടന്നത്. എന്തായാലും അല്പസമയത്തിനകത്ത് തന്നെ ഇവർ ഇതിനുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകും. ശരി ഷാരിഖ്, എന്തായാലും ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉയർന്നിട്ടും ഇക്കാര്യത്തിൽ ബാലിശമായിട്ടുള്ള ഒരു വിശദീകരണം മാത്രമാണ് BJPയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഈ ദൃശ്യങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയുണ്ട്, ഒപ്പം അവിടുത്തെ മുൻ നഗരസഭാ അധ്യക്ഷയുണ്ട്. എന്നിരുന്നിട്ട് കൂടി ഈ ദൃശ്യങ്ങളുടെ കാര്യത്തിലൊന്നും ഒരു വിശദീകരണമോ പ്രതികരണമോ കാര്യമായി നൽകാൻ BJPയുടെ നേതാക്കൾക്ക് ഇതുവരെ ആയിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.